അപ്പൊ കഴിച്ചത് നമ്മുടെ വയനാട്ടിലെ ലാസ്റ്റ് ദിവസമാണ്. അപ്പൊ ഇന്ന് നമ്മൾ അടിച്ചു പൊളിക്കണം. കാരണം നാളെ നമ്മൾ ഇന്ന് വയനാട്ടിൽ നിന്ന് മൈസൂരിലേക്ക് തിരിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ നല്ല രീതിക്ക് എൻജോയ് ചെയ്യും. നമ്മൾ ബാണാസുര ഡാമിലാണ് പോയിട്ട് നമ്മൾ നേരെ മൈസൂരിലേക്ക് തന്നെ പോണേ. അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പം നേരെ പോവാം. അപ്പൊ നമ്മൾ യാത്ര തിരിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ അടുത്ത പോകുന്നത് ബാണാസുര സാഗറിലേക്കാണ്. യോ യോ ഇതാണ് ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടറും കാര്യങ്ങളൊക്കെ. ഇവിടെ ഞങ്ങളിവിടെ നിൽക്കുമ്പോൾ വലിയ ആൾക്കാരൊന്നും ഇല്ല, വരുന്നുണ്ട്. പക്ഷേ ഇവിടെ നല്ല സ്പേസ് ഉണ്ടായത് നമുക്ക് അറിയത്തില്ല. നമ്മളപ്പോൾ മണ്ടയിലോട്ട് കയറി പോവാം. മണ്ടയിലോട്ട് കയറി പോയിട്ട് ഇറങ്ങേണ്ടതായിട്ട്. അവിടെ വലിയ ബോട്ടിങ് കാര്യം, അവിടെ സ്പീഡ് ബോട്ടാണ് ബുക്ക് ചെയ്തേക്കുന്നത്. ഇത് മനോഹരം, നമുക്ക് പച്ചപ്പ്, അതിൻ്റെ മണ്ടേ നീല ആകാശം. പക്ഷെ ഇപ്പം ഞങ്ങൾ ഇപ്പോൾ വെള്ളം കുറവാണ് ഇവിടെ. ഇവിടെയൊക്കെ മഴ ചെയ്ത് ഫുള്ള് വെള്ളം കയറും. നമ്മൾ ബോട്ടിൽ കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ബോട്ടിൽ കയറി ജാക്കറ്റൊക്കെ ഇട്ട് ഇതെല്ലാം ബോട്ട് സ്പീഡ് ബോട്ട് വരും. 3 എണ്ണേ ഉള്ളൂ. 10 എണ്ണമുണ്ട് സ്പീഡ് ബോട്ട്. പക്ഷെ 3 ഓടിക്കുന്നുണ്ട് ഡ്രൈവർ. അത് 3 ഉള്ളൂ. അതുകൊണ്ടാണ് പ്രശ്നം. അപ്പോൾ നമ്മുടെ ബോട്ടിങ്ങിൻ്റെ ടൈമൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോയേക്കുമായിരുന്നു. ഓക്കെ, ഇതാണ് നമ്മൾ താമസിച്ച റൂം. വൈറ്റ് ഫോർട്ട് എന്നാണ് പേര്. അവരുടെ കോണ്ടാക്ട് നമ്പർ ഞാൻ കൊടുത്തേക്കാം. ഇതാണ് അവരുടെ കോണ്ടാക്ട് നമ്പർ. അപ്പോൾ ഇത് നമ്മൾ വണ്ടി കഴുകിയൊക്കെ എടുത്തിട്ടുണ്ട്. ഫുൾ അഴുക്കായിരുന്നു, ചെളിയൊക്കെ ആയിരുന്നു. അവിടെ നിന്ന് ഇങ്ങനെ വന്നില്ലേ. അപ്പോൾ ഇന്ന് മൈസൂരിലൊക്കെ എത്തണമെന്ന് വിചാരിച്ചു. പക്ഷേ ഇന്ന് മൈസൂരിൽ എത്തത്തില്ല, കാരണം നമ്മൾ ബോട്ടിങ്ങിനൊക്കെ കുറച്ച് താമസിച്ചു. അപ്പോൾ നമ്മളിന്ന് കുശാൽ നഗറിലാണ് നമുക്ക് സ്റ്റേ. അവിടെ ഒരു ഗോൾഡൻ ടെമ്പിൾ ഇല്ലേ, അവിടെയാണ് നമുക്ക് സ്റ്റേ. ഇതാണ് നമ്മുടെ ഗോൾഡൻ ടെമ്പിൾ. ഇവിടെ 6 മണി വരെയാണ്ടേ ഉള്ളൂ. അപ്പോൾ അങ്ങോട്ട് കയറ്റത്തില്ല. പിന്നെ അവരുടെ പൂജയൊക്കെ, പിന്നെ അവിടുത്തെ തന്നെ കടയൊക്കെ ഉണ്ട്.